സത്യം പറഞ്ഞ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് കേട്ടോ. വരണ്ട ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോ. ആകിയ അവൻ ഇപ്പോഴും കഴിഞ്ഞൊന്നും മറക്കാത്തത്. അതെന്തിനാ അവര് ഫ്ലാറ്റിലേക്ക് വിളിച്ചേ? അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല അവനെ പറ്റി. എനിക്ക് എത്ര ഹെൽപ്പ് ചെയ്തവനാ. ഹെൽപ്പ് ചെയ്തവര് മുഴുവൻ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കണം. എന്തെങ്കിലും കാശ് വേണമെങ്കിൽ കൊടുക്ക്, എന്നിട്ട് ഒഴിവാക്ക്. വന്ദന, താൻ എന്തായി പറയുന്നത്? എനിക്ക് എന്റെ പ്രൈവസി കളയാൻ പറ്റില്ല. എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി എടുത്തു തന്ന ഫ്ലാറ്റാ. അവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ടെന്ന് എന്റെ തീരുമാനം. വന്ദന പ്ലീസ്, അവര് കുറച്ചു ദിവസം. ആ കുറച്ചു ദിവസത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സംസാരിക്കാൻ ഇരിക്കുമ്പോ വരുണിന്റെ മുഖത്തേക്കല്ല തേജസിന്റെ നോട്ടം, അവളുടെ മുഖത്തേക്കാ. താൻ എന്തായി പറയുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കാണുമ്പോഴേ നിങ്ങളുടെ സ്വഭാവം പണ്ട് എനിക്ക് അറിയുന്നതാ. ഞാൻ സമ്മതിക്കില്ല തേജസ്, ഒരു കാരണവശാലും സമ്മതിക്കില്ല. എടോ, ശ്ശേ. എടാ, ഈ എന്റെ മറവിയെ കുറിച്ച് നിനക്കറിയാലോ. ഒരു അബദ്ധമാണ് ഞാൻ കാണിച്ചത്. ഇന്നലെ വന്ദനയുടെ അച്ഛൻ വിളിച്ചിരുന്നു. ഞങ്ങളെ രണ്ടുപേരോടും ദുബായിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക. ആക്ച്വലി അതിന്റെ ടിക്കറ്റ് എടുക്കുന്ന കാര്യം തന്നെ ഓർക്കുന്നത് തന്നെ ഇന്നാണ്. ഞങ്ങളൊരു 3-4 ദിവസത്തിനുള്ളിൽ പോകണം. പോയാ നീ താമസിക്കോ? പറയാൻ പറ്റില്ലടാ. സാരല്ലടാ, നീ പോയിട്ട് വാ. ഞങ്ങൾ ഇതിന്റെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടാവും. അതാ വേറൊരു പ്രോബ്ലം. വന്ദനയുടെ അച്ഛന്റെ പേരിലെ ഫ്ലാറ്റ് പുള്ളി വേറൊരാൾക്ക് വാടക കൊടുക്കുന്ന കമ്മിറ്റ് ചെയ്തിരിക്കുക. വന്ദന ഓർമ്മിപ്പിച്ചപ്പോഴാ ഞാനത്. വന്ദനക്ക് ഇഷ്ടായില്ലല്ലേ? എടാ, നീ കാര്യമൊന്നും നേരെ പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ തമ്മിൽ ഈ ഒളിച്ചൊളിയൊക്കെ എന്തിനാ? പറഞ്ഞ സത്യം പറഞ്ഞ മൊത്തം കാര്യങ്ങൾ അവൾ അച്ഛനാണ് കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല.